ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ജിൻഡപ്പൻ കപ്പടിക്കും എന്നുള്ളത് ജിൻഡോയുടെ അച്ഛൻ തന്നെ ആ വീട്ടിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ നാട്ടിൽ ആ ജംഗ്ഷനിൽ വലിയൊരു ഫ്ലെക്സ് നാട്ടുകാർ തന്നെ വെച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അവിടെ ഇരുന്ന ആൾക്കാരുടെ ചങ്കിടിച്ചു, മിക്ക ആൾക്കാരുടെയും മുഖം വാടുകയും ചെയ്തു. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ ഫ്ലെക്സ് നാട്ടിൽ വെക്കുന്നു എന്ന് പറയുമ്പോൾ ആരുടെ ഫ്ലെക്സ് വെക്കാനായിരിക്കും സാധ്യത? എല്ലാ മത്സരാർത്ഥികളുടെയും ഫ്ലെക്സ് അങ്ങനെ നാട് മുഴുവൻ പ്രദർശിപ്പിക്കില്ല. ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുടെയൊക്കെ ഫ്ലെക്സ് ആണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാമായിരുന്നു നേരത്തെ ജിൻഡോ പ്രേക്ഷക പിന്തുണയിൽ മുൻപിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത്. എന്തായാലും ജിൻഡോ തന്നെ ഈ പ്രാവശ്യം കപ്പടിക്കും. ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ തുടങ്ങുന്ന സമയത്ത് പോലും ജിൻഡോയുടെ സഹോദരങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്: ജിൻഡോ തന്നെ കപ്പടിക്കും എന്ന് പറഞ്ഞേക്കണമെന്ന്. ഇതൊക്കെ കൂടി കേട്ടപ്പോൾ എല്ലാവരുടെയും പാതി ജീവൻ പോയി. ചിലരൊക്കെ വാടിയ മുഖത്തോടു കൂടി എന്തൊക്കെയോ വല്ലാതെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പിന്നെ ഇവിടെ വന്നത് മാങ്ങ പറിക്കാനാണോ എന്നുള്ള ആ രീതിയിലാണ് അവരുടെ മുഖഭാവമൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ജിൻഡോയുടെ അപ്പൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ബിഗ് ബോസ് തന്നെ മറ്റെന്തെങ്കിലും ചോദ്യമാർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്തരീക്ഷത്തെ പെതുക്കെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഇല്ലായെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങളിലേക്ക് സംഗതി പോകും, കൈവിട്ടു പോകും എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. എന്തായാലും പല മാതാപിതാക്കളും ബി ഹൗസിനകത്ത് വന്നു പോയെങ്കിലും ഇതുപോലൊരു സംഗതി പറയുന്നത് ആദ്യമായിട്ടാണ്. ഇത്ര പച്ച തെളിച്ച് കാര്യം പറഞ്ഞിട്ട് പോകുന്ന ഒരു വ്യക്തി ജിൻഡോയുടെ അപ്പൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യവുമാണ്. എന്തായാലും അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഇവരൊക്കെ വീട് വിട്ട് തിരികെ പോകുവാൻ പോവുകയാണ്. അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ അറിയാം അവിടെ ഏതൊക്കെ തരത്തിലാണ് ചർച്ചകൾ മുൻപോട്ട് പോകാൻ സാധ്യതയുള്ളത് എന്ന്. അതിൻ്റെയൊക്കെ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം. തൽക്കാലം വിടാം.